സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2023 ഡിസംബർ 15 ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഈ വർഷം സ്നേഹനാഥൻ യൂട്യൂബ് ചാനൽ കൂടി 12 ഗാനങ്ങളും 12 സന്ദേശങ്ങളും ഞങ്ങളുടെ സഭ അഥവാ ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ച് നടത്തിയ 3 ദിവസത്തെ കൺവെൻഷനും അപ്ലോഡ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. ഈ പ്രോഗ്രാം എല്ലാം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലായിരിക്കുന്ന ചെന്നൈയിൽ നടന്ന അതിഭയങ്കരമായ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റിനെക്കുറിച്ചും നാം വാർത്തകൾ കാണുകയുണ്ടായല്ലോ. വാർത്തയിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. കഴിഞ്ഞ 47 വർഷത്തിന് ശേഷമാണ് ഇത്ര വലിയ ഒരു വെള്ളപ്പൊക്കം പട്ടണം നേരിടുന്നത് എന്ന്. അപ്പോൾ എൻ്റെ ഓർമ്മ 1976 പോയി. അന്നാണ് ഇതിനു മുമ്പുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം മദ്രാസിൽ. 1976 റവറൻഡ് റിച്ചാർഡ് ഉംബ്രാണ്ട്, മിസസ് സബീന ഉംബ്രാണ്ട്, ഡോക്ടർ PP ജോബ് എന്നിവരോടൊപ്പം ഞാനും മദ്രാസ് പട്ടണത്തിൽ എത്തി. ലോകപ്രസിദ്ധനായ ഡോക്ടർ റിച്ചാർഡ് ഉംബ്രാണ്ടിൻ്റെ ഏകദിന ക്രൂസൈഡിനായിട്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. ക്രൂസൈഡ് മനോഹരമായി നടത്തപ്പെട്ടു. അന്ന് രാത്രിയിൽ 11 മണിയോടെ ഒരു മഴ തുടങ്ങി. ആ മഴ ചെന്ന് അവസാനിച്ചത് വലിയ വെള്ളപ്പൊക്കത്തിലായിരുന്നു. എല്ലാ യാത്രാ മാധ്യമങ്ങളും നിലച്ചു. ആ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ കുടുങ്ങുവാൻ ഇടയായി. അടുത്ത യോഗസ്ഥലമായ കുന്നംകുളത്തേക്ക് പോകുവാൻ ഒരു മാർഗമില്ലാതെ ഞങ്ങൾ വളരെ വലഞ്ഞു. എങ്കിലും ദൈവം വഴിയൊരുക്കി. വൈകിയാണെങ്കിലും കുന്നംകുളം സമ്മേളനത്തിൽ ഞങ്ങൾക്കെത്തുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. 1976 മദ്രാസ് പട്ടണത്തിലുണ്ടായ ഞങ്ങളുടെ അനുഭവം എൻ്റെ പുസ്തകമായ വിശ്വാസ ചുവടുകളിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മരണകരമായ വെള്ളം എന്നതാണ്. അതിനാധാരമായി എടുത്തിരിക്കുന്ന വാക്യം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യമാണ്. ആ വാക്യം ഞാൻ ഇവിടെ വായിക്കട്ടെ. അനന്തരം ആ പട്ടണക്കാർ ഏലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ അറിയുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു. സർവജ്ഞാനിയായ ദൈവം എത്ര മനോഹരമായിട്ടാണ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചത് എന്നറിയാൻ മനുഷ്യനിർമ്മിതമായ ഒരു നിഘണ്ടുവിൻ്റെയും ആവശ്യം ഒരു വിധത്തിൽ ഇല്ല. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മാഹാത്മ്യം മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യൻ നിധി എന്ന് പറയുന്നത് സ്വർണത്തെ, വെള്ളിയെ, തങ്കത്തെയൊക്കെയാണ്. എന്നാൽ അതിനപ്പുറമുള്ള ഒരു നിധിയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. അത് 1 വായു, 2 ജലം. വായുവില്ലാതെ ഒരു മനുഷ്യന് എത്ര മിനിറ്റ് ജീവിക്കുവാൻ കഴിയും? വെള്ളം കുടിക്കാതെ എത്ര ദിവസം ജീവിക്കുവാൻ കഴിയും? അപ്പോൾ ദൈവം നമുക്ക് സൃഷ്ടിയോടുകൂടെ തന്നിരിക്കുന്ന വലിയ നിധി, വലിയ അനുഗ്രഹമാണ് വായുവും വെള്ളവും. നിധി സമ്പാദിക്കുവാൻ പണക്കാരന് മാത്രം കഴിയുമ്പോൾ പണക്കാരനെന്നോ
പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ദൈവം ദാനം ചെയ്തിരിക്കുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞ രണ്ട് വസ്തുക്കൾ, അഥവാ വായുവും വെള്ളവും. ഈ ലോകത്തിൽ 2/3 ഭാഗം കടലും 1 ഭാഗം കരയുമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൂടാതെ നാം പാർക്കുന്ന നമ്മുടെ കാമ്പൗണ്ടിൽ തന്നെ ദൈവം നമുക്ക് വേണ്ടി ജലമൊരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നാം കിണർ കുഴിക്കുമ്പോൾ വെള്ളം കിട്ടുന്നത്? അതിൽ നിന്നല്ലേ നാം കുടിക്കാറുള്ളത്? പണ്ട് കാലം മുതൽ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തു വന്നത്? ഇപ്പോഴല്ലേ പൈപ്പ് വെള്ളം എല്ലായിടത്തും എത്തുവാൻ തുടങ്ങുന്നത്? അതും എല്ലായിടത്തും എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ദൈവം ഈ ഭൂമിയുടെ അടിയിൽ നമുക്ക് വേണ്ടി ജലം സൂക്ഷിച്ചിരിക്കുന്നു എന്നത് എത്ര സന്തോഷകരമായ ഒരു വാർത്തയാണ്, അവസ്ഥയാണ്, അനുഭവമാണ്. യെരിഹോ പട്ടണക്കാർ എലീശ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് പറയുന്ന സാഹചര്യം നാം മനസ്സിലാക്കുക. തൻ്റെ യജമാനായ ഏലിയ പ്രവാചകനെ ദൈവം അഗ്നിമയമായ രഥങ്ങളും കുതിരകളും അയച്ച് സ്വർഗത്തിലേക്ക് എടുത്തതിന് ശേഷം എലീശ ഇപ്പോൾ യെരിഹോ പട്ടണത്തിൽ പാർക്കുകയാണ്. അവിടുത്തെ ആളുകളാണ് പ്രവാചകനെ സമീപിച്ചിട്ട് പ്രകാരം പറഞ്ഞത്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരം, പക്ഷേ വെള്ളം ചീത്ത, ദേശം ഗർഭനാശകം. എന്ന് പറഞ്ഞാൽ കുടിക്കുവാൻ ജലമില്ല, ഉള്ള ജലം കുടിക്കുവാൻ കൊള്ളുകയില്ല. 2, റീപ്രൊഡക്ഷൻ ഇല്ലാതെ, ജനറേഷൻ ഇല്ലാതെ ആ പട്ടണം മുന്നോട്ട് പോകും എന്നാണ് അടുത്തതിൻ്റെ അർത്ഥം. ഈ അവസരത്തിൽ പ്രവാചകന് ദൈവം കൊടുത്ത കൃപയനുസരിച്ച് അതിനുള്ള പ്രതിവിധി പറയുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. ദൈവ സന്നിധിയിൽ കൊണ്ടുവരുന്ന ഏത് വിഷയത്തിനും പരിഹാരമുണ്ട് എന്നത് നാം ഓർക്കുക. ദൈവത്തിന് പരിഹാരം നൽകുവാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, ഒരു പുതിയ തളിക കൊണ്ടുവരും. അവർ അത് കൊണ്ടുവന്നു. അതിൽ ഉപ്പിടുവാൻ പറഞ്ഞു. അവർ അതിൽ ഉപ്പിട്ടു. പ്രവാചകൻ അത് വാങ്ങി ആ ജലതടാകത്തിലേക്ക് ചെന്ന് ഈ തളികയിലുണ്ടായിരുന്ന ഉപ്പ് തടാകത്തിൽ ഇട്ടു. അത് ശുദ്ധമായി തീർന്നു. ഒരു പുതിയ തളിക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഹൃദയം നമുക്ക് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. എല്ലാവരും പഴയ കയ്പുള്ള, പകയുള്ള, വിദ്വേഷമുള്ള, വൈരാഗ്യമുള്ള, കഠിന ഹൃദയവുമായിട്ടാണ് ഇന്നും ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം ആവശ്യമാണ്. ആ പുതിയ ഹൃദയത്തിലേക്ക് ഉപ്പിടുക. ഇവിടെ ഉപ്പുകൊണ്ട് അർത്ഥമാക്കുന്നത് നിർമ്മലമായ ദൈവവചനത്തെയാണ്. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. ദൈവത്തിൻ്റെ ഭക്തനായിരുന്ന ദാവീദ് ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം, ഒരു പുതിയ ഹൃദയം എനിക്ക് ദൈവമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഒരു വിതക്കാരൻ്റെ ഉപമ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിതക്കാരൻ വിതച്ചപ്പോൾ വിത്തിൽ ചിലത് വഴിയരിയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ വിത്ത് 100, 60, 30 മേനിയായി വിളഞ്ഞു എന്നാണ് ആ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ വീഴുമ്പോഴാണ് ഫലം കായ്ക്കുന്നത് എന്ന വസ്തുത നാം മറക്കാതിരിക്കുക. പാട്ടുകാരൻ ഇപ്രകാരം പാടി, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്ന് മെഴുകുപോൽ ഉരുക്കണമേ എന്ന്. അർത്ഥമെന്താണ്? പുതിയ ഒരു ഹൃദയം നമ്മിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? വചനമാകുന്ന വിത്ത് ആ നിലത്ത് വീണ് ഫലം കായ്ക്കുവാൻ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം
അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ഇടയായിത്തീരും. ഈ വെള്ളത്തിലേക്ക് ഇട്ടത് എന്താണ്? ഉപ്പാണ്. ഉപ്പ് 3 സമാന്തര സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ഒരു വസ്തുവാണ്. മത്തായി സുവിശേഷം 5:13 മർക്കോസിൻ്റെ സുവിശേഷം 9:50 ലൂക്കോസിൻ്റെ സുവിശേഷം 14:34-35 വാക്യങ്ങളിലും ഉപ്പിനെക്കുറിച്ച് കാണുവാൻ കഴിയും. ഉപ്പ് നല്ലത് തന്നെ, അത് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്താം എന്നും നാം അവിടെ കാണുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഉപ്പ് വചനത്തെ കാണിക്കുന്നു. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വീഴുവാൻ ഉള്ള അവസരം നാം ഒരുക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഉപ്പിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഉപ്പ് രുചിപ്പെടുത്തുന്നു. ഉപ്പ് വസ്തുക്കൾ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നു. ഉപ്പ് വളമാകുന്നു. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നു. ഉപ്പ് ദാഹം ജനിപ്പിക്കുന്നു. ഉപ്പ് ശുദ്ധീകരിക്കുന്നു. ഉപ്പ് മൺപാത്രങ്ങൾക്ക് മിനുസം നൽകുന്നു. ഉപ്പ് മഞ്ഞുകട്ട ഉരുക്കി മാറ്റുന്നു. ഉപ്പ് ദഹനക്രിയ നടത്തുന്നു. ഉപ്പ് യാഗത്തിന് ചേർക്കുന്നു. ഉപ്പ് കൊണ്ട് നിയമമുണ്ടാക്കുന്നു, ലവണ നിയമം എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ എന്താണ് ഉപ്പ്? ശുദ്ധീകരിക്കപ്പെട്ട ആത്മീയ ഉപദേശത്തെ ആണ് ഉപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രമാത്രം തകർന്നു പോയ വ്യക്തിയെയും കുടുംബത്തെയും സഭയെയും ദേശത്തെയും ആത്മീയ ഉപദേശം കൊണ്ട് വീണ്ടെടുക്കുവാൻ കഴിയും എന്നുള്ള ഉപദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഹൃദയത്തെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? ആത്മീയ ഉപദേശം നിങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുമോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ, സഭയുടെ, ദേശത്തിൻ്റെ ഒക്കെ സ്ഥിതി മാറും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.